ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 3/5/2023 നടന്ന CPO പോലീസ് കോൺസ്റ്റബിൾ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫൈനൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് A വിഭാഗത്തിന് യോജിച്ചവ B വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, VT പട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. തേഭാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം? സിദ്ധു കാനു. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് സിദ്ധുവും കാനു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് റാണി ലക്ഷ്മിഭായി, ബീഗം ഹസ്രത്ത് മഹൽ, താന്തിയ തോപ്പി, നാനാ സാഹിബ്, കുൻവർ സിംഗ്, ഷാമാൽ. ഇത് ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ. ഈ ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായത് തിരിച്ചറിയുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. ഓർക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. 13-12 എന്ന് ആലോചിക്കുക. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ. 13-12. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്നാണ്. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയ ഉദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? നീലഗിരി. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? ചീനൂക്കാണ്. അത് ഈ ഓപ്ഷൻസിലില്ല, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തായിരുന്നു. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ? അവസാദ ശിലകൾ. ജുമ്മിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏത്? അരുണാചൽ ഹിമാലയം. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സെയ്ത് വിളയാണ് പഴം, റാബി വിളയാണ് ഗോതമ്പ്, ഒറൈസ സറ്റൈവ നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ്. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഇവയിൽ ഏതാണ്? വിവരാവകാശം. അമൃതകാലിൽ പെടുന്നവയാണ് ഹരിത വളർച്ച, യുവശക്തി,
അടിസ്ഥാന വികസനവും നിക്ഷേപവും. നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, 4ഉം ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: ആസൂത്രണത്തിനു വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം. നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജാനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആത്മനിർഭർ ഭാരത് അഭിയാനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ: 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. GST ബിൽ നിലവിൽ വന്നു 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു 1951 ഏപ്രിൽ 1. ഇതോർക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പം 1950 ആണോ 51 ആണോ എന്നൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് ഓർക്കാനായിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പം 1951 ഏപ്രിൽ 1. ആ 1 വെച്ചതങ്ങ് ഓർക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ ബി 1980 ജൂലൈ 12 സ്ഥാപിതമായി. നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12 നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ: കാർഷിക വികസനവും ഗ്രാമീണ വികസനവും. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റി. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം. നീതിന്യായ പുനഃപരിശോധന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവശിഷ്ട അധികാരം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. നിയമവാഴ്ച എന്ന ആശയവും പാർലമെന്ററി സമ്പ്രദായവും കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉത്തരവുകളുമായിട്ട്, അതായത് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 4. ശരിയായ പ്രസ്താവന ഇതാണ്: ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. മാണ്ടമസ് എന്ന വാക്കിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. കോ വാറണ്ടോ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് എന്തധികാരം. ഹൈക്കോടതികൾക്ക് ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന വകുപ്പ് 226 മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയങ്ങൾ ഏവ? ഓപ്ഷൻ എ 2, അതായത് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടുന്നവയാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, വിഭവങ്ങളുടെ തുല്യ വിതരണം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ
ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏവ? ഓപ്ഷൻ ഡി 3. വ്യക്തികൾ നികുതി അടയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നവയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏവ? ഓപ്ഷൻ എ 3, 4. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടുന്നവയാണ് ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം, മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ഭരണഘടനയുടെ 4ാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരികൾക്ക് ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ്. അവശിഷ്ട അധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കുവാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 2, 3, 4. തന്നിരിക്കുന്ന ഈ 4 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: 1979 സ്ഥാപിതമായി കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം, ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര, ശ്രീമതി ജയാഡാളി MV ചെയർപേഴ്സൺ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ 4. 1985 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നു. ശരിയായ ഉത്തരം ഇതാണ്. 1975 സെപ്റ്റംബർ 9 കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നത്. ശരിയായ പ്രസ്താവനകൾ: ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം, മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി, പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് ഏത്? ഓപ്ഷൻ ബി 2. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. ഭരണഘടനാ ഭേദഗതി വകുപ്പ് 368. സ്വത്തവകാശം നിയമപരമായ അവകാശം വകുപ്പ് 300A. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വകുപ്പ് 108. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി 1, 2, 3, 4. തന്നിരിക്കുന്ന ഈ 4 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: 1996 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി P. സതീദേവിയാണ്. ജസ്റ്റിസ് D. ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 3. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി C. ഉമ്മൻചാണ്ടിയായിരുന്നു. ശരിയായ ഉത്തരം ഇതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. ഇനി തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ വായിക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 നിലവിൽ വന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്.
ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ പിണറായി വിജയനാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ കെ രാജനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി 3. ശരിയായവ: ആങ് ആൻ സൂക്കി ഭയത്തിൽ നിന്നുമുള്ള മോചനം, നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റഷ്ദി സാത്താൻ്റെ വചനങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 3. ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? ജീവകം കെ. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഓസ്റ്റിയോപെറോസിസ്. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി കീലസന്ധി. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനുകളുടെയും മനുഷ്യ പരിണാമത്തിൻ്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ സ്വാൻഡെ പാബോ. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി വിവാ കേരളം. ഒരു വസ്തുവിൻ്റെ ചലനത്തിൽ ഹർഷണബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് നെഗറ്റീവ്? ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായും ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി 2ഉം 4ഉം മാത്രം. ഭൂമിയുടെ മാസ്, ഭൂമിയുടെ ആരം. 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? 80 സെൻറ്റിമീറ്റർ. 2022 നവംബറിൽ EOS 06 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച PSLV റോക്കറ്റ് ഏതാണ്? PSLV C-54. താഴെ പറയുന്നവയിൽ ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് ഏത്? AlC3. പൂരിതലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളം. നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലി സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ pH സ്ഥിരമായി നിൽക്കാൻ കാരണം രക്തം ഒരു ഡാഷ് ലായനിയാണ്, ബഫർ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജ്വലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏത്? ഹൈഡ്രജൻ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആട്ടക്കഥ ഏത്? നളചരിതം. M. മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? കേശവൻ്റെ വിലാപങ്ങൾ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏത്? 1930. 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? ഭുവനേശ്വർ. കേരളത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? ഖാദർ കമ്മിറ്റി. ഇത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകാനൊരു സാധ്യതയുണ്ടല്ലേ. ഇത് ഓർക്കാനായിട്ടൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. ഹാജർ കമ്മിറ്റി എന്ന് ഓർത്ത് വെക്കുക. ഹാജർ കമ്മിറ്റി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് കാണുമ്പം ഖാദർ കമ്മിറ്റിയാണെന്നൊരു ഓർമ്മ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പാർട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഡാഷ് പാർട്ട് ഓഫ് ദി നോവൽ ഈസ് ക്വയറ്റ് ഇൻട്രസ്റ്റിംഗ്. ലാറ്റർ പാർട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ലാറ്റർ എന്ന് പറഞ്ഞാൽ പിന്നത്തെ, ആ നോവലിൻ്റെ പിന്നത്തെ ഭാഗം ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് CEO ഈസ്.
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നോബഡി എൻജോയ്ഡ് ദ മൂവി ഡാഷ് ക്വസ്റ്റ്യൻ ടാഗാണ് ഡിഡ് ദേ എന്ന് വരും. നോബഡി നെഗറ്റീവ് വേർഡായതുകൊണ്ട് ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പം പോസിറ്റീവ് ടാഗായിരിക്കും എഴുതേണ്ടത്. അപ്പം നോട്ടൊന്നും വരത്തില്ല. നോബഡി വന്നു കഴിഞ്ഞാൽ പ്രോനോൺ ദേ ആയിരിക്കും. എൻജോയ്ഡ് എന്നുള്ളത് ഡിഡ് പ്ലസ് എൻജോയ് ആണ് എൻജോയ്ഡ്. അപ്പോൾ ഇവിടെ ഡിഡ് ദേ എന്ന് വരും. ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫാൻസ്. ഓപ്ഷൻ സി അറ്റ് ആൻ ആംസ് ലെങ്ത്. സൈക്കോഫാൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി നമ്മളെ പുകഴ്ത്തി പറയുന്ന ആൾക്കാരെയാണ് സൈക്കോഫാൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ എങ്ങനെയാണ് നിർത്തേണ്ടത്? അറ്റ് ആൻ ആംസ് ലെങ്ത്, അതായത് ഒരു കൈപ്പാടകലെ നിർത്തണം. ദ വീക്ക് ക്രപ്റ്റ് എലോങ് ഡാഷ് സ്ലോലി ഡാഷ് എ സ്നെയിൽ. ഓപ്ഷൻ ഡി ആസ് എന്നാണ് വരുന്നത്. ആസ് സ്ലോലി ആസ് എന്ന് വരും. ഇത് എനിക്ക് തോന്നുന്നത് ആസ് സ്ലോലി ആസ് എന്നൊരു യൂസേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ എവിടെയോ വായിച്ചതായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് കാര്യം എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ ആസ് സ്ലോലി ആസ് എന്നൊരു യൂസേജ് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നത്. പിക്ക് ഔട്ട് ദ റോങ് സെൻറ്റൻസ്. ഓപ്ഷൻ ഡി ആണ് റോങ് സെൻറ്റൻസ്. ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. വിത്ത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ മാനേജറാണ്. അപ്പോൾ ദ മാനേജർ വന്നു കഴിഞ്ഞാൽ ആറ് വരില്ല, ഈസേ വരുള്ളൂ. ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് വരുന്നത്. അപ്പം ഈസ് വരും. അപ്പോൾ ഈ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നത്? ദ മാനേജർ വിത്ത് ഓൾ ഹിസ് സ്റ്റാഫ് ഈസ് അറ്റൻഡിങ് ദ ഫംഗ്ഷൻ. പിക്ക് ഔട്ട് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ ഡി ഡെലിഗേറ്റ്. ഡെലിഗേറ്റിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് DELEGAT ആണ്. ഐ വരത്തില്ല, എല്ല് കഴിഞ്ഞിട്ട് ഇ ആണ് വരുന്നത്. ഇഫ് എ പേഴ്സൺ കനോട്ട് ബി ഡിഫീറ്റഡ് ഹീ ഈസ് കോൾഡ് ആൻ ഡാഷ് പേഴ്സൺ, ഇൻവിൻസിബിൾ പേഴ്സൺ. അതായത് ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവൻ അല്ലെങ്കിൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റാത്തവൻ. മലയാളത്തിൽ പറഞ്ഞാൽ അജയൻ എന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻവിൻസിബിൾ പേഴ്സൺ എന്നാണ് വിളിക്കുന്നത്. വിച്ച് വേർഡ് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ലേസി? സിനോണിം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മീനിങ് ഉള്ള വേർഡ് അല്ലേ? അപ്പം നോട്ട് എ സിനോണിം ഓഫ് ലേസി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേസിയുടെ സെയിം മീനിങ് ഉള്ള വേർഡ് അല്ലാത്തത് വേണം കണ്ടുപിടിക്കാനായിട്ട്. അത് ഓപ്ഷൻ ബി ആണ്. ഇൻസിസെൻറ്റ് എന്നുള്ളതാണ് അല്ലാത്ത വേർഡ്. ലേസിയുടെ സിനോണിം അല്ലെങ്കിൽ ലേസിയുടെ മീനിങ് വരുന്ന വേർഡ്സ് ആണ് ഇൻഡോളൻറ്റ്, സ്ലോത്ത്ഫുൾ, ഐഡിൽ. പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലൈസ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വേർ വാസ് ദ നെക്ലൈസ് ഹിഡൻ? അടുത്തത് മലയാളം പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ളയാൾ ജിജ്ഞാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപടിഷു. പറയാൻ ആഗ്രഹിക്കുന്നവൻ വിവക്ഷു. തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? കടവടുപ്പിക്കുക. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം ഏത്? പ്രതീചി. പ്രാചി, പ്രതീചി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ചകോരം. ശാരിക എന്ന വാക്കിൻ്റെ പര്യായപദങ്ങളാണ് കീരം, ശുകം, കിളി. വീട് പ്ലസ് പണി ചേർത്തെഴുതുക. ഓപ്ഷൻ ബി വീടുപണി. കേമൻ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക. കർത്താവ്. അവസാനം താവെന്ന് ചേർത്ത് വന്നാൽ ത്രീ എന്ന് ചേർത്ത് സ്ത്രീലിംഗമാക്കാം. കർത്താവ്,
കർത്രി. തമ്പി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? തങ്ക. തമ്പി, തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിന്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? അത്. ഇനിയുള്ളത് സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ വാക്യങ്ങളിൽ ഏതാണ് ശരി? എ. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന പ്രവൃത്തി കുറ്റകരമല്ല. ബി. വരാനിരിക്കുന്ന ദ്രോഹത്തെക്കുറിച്ചുള്ള അറിവോടെയും എന്നാൽ ക്രിമിനൽ ഉദ്ദേശമില്ലാതെയും ദോഷം തടയുന്നതിനുമായി നല്ല വിശ്വാസത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി കുറ്റകരമല്ല. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിലാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. സി. ഭ്രാന്തമായ മനസ്സുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കുറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് അവൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നാലും കുറ്റമല്ല. ഡി. ഒന്നും ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒന്നും ശരിയല്ല. എന്താണ് സ്ത്രീധന മരണം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനത്തിൻ്റെയും ക്രൂരതയുടെയും പേരിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീയുടെ മരണം സാധാരണഗതിയിൽ അല്ലാത്ത വിധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കപ്പെടുന്നു. ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. വിവാഹിതയായ സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുന്നത് IPC പ്രകാരം കുറ്റകരമാണ്. കോമളം തൻ്റെ മാല പ്രിയ സുഹൃത്തായ ജാനകിക്ക് പണയം വെച്ചതിന് ശേഷം അവരുടെ സമ്മതം കൂടാതെയും പണയപ്പണം തിരിച്ചു നൽകാതെയും പണയവസ്തു എടുത്തുകൊണ്ടുപോയി. IPC പ്രകാരം ഏത് കുറ്റമാണ് കോമളം ചെയ്തത്? മോഷണം. കുറ്റകൃത്യത്തിൻ്റെ വ്യാഖ്യാനം എന്താണ്? പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്താൽ ശിക്ഷാർഹമായ പ്രവൃത്തി അല്ലെങ്കിൽ ഒഴിവാക്കൽ എന്നതിനെ കുറ്റകൃത്യം എന്ന് വിളിക്കുന്നു. സ്വകാര്യ വ്യക്തിയെക്കൊണ്ട് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ പ്രസ്താവനകൾ: ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ ജാമ്യമില്ലാ കുറ്റം ചെയ്യുക. ഒരു വ്യക്തി ഒരു സ്വകാര്യ വ്യക്തിയുടെ മുമ്പാകെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറ്റം ചെയ്യുക. കുറ്റവാളിയായി പ്രഖ്യാപിച്ച വ്യക്തി. ക്രിമിനൽ നടപടിക്രമ കോഡ് പ്രകാരം ഇൻക്വിസ്റ്റ് നടത്താൻ ഏതൊക്കെ മജിസ്ട്രേറ്റിന് അധികാരം ഉണ്ട്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഇൻക്വിസ്റ്റ് നടത്താൻ അധികാരമുള്ളത് ജില്ലാ മജിസ്ട്രേറ്റ്, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. ഇതിനായി സംസ്ഥാന സർക്കാരോ ജില്ലാ മജിസ്ട്രേറ്റോ പ്രത്യേകം അധികാരപ്പെടുത്തിയ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ടൈപ്പ് റൈറ്റർ വിദഗ്ധന്റെ അഭിപ്രായം ഇന്ത്യൻ തെളിവ് ആക്ട് 1872 പ്രകാരം സ്വീകാര്യമാണ്. ഈ നിഗമനത്തിലെത്താൻ കോടതി അംഗീകരിച്ച യുക്തി എന്ത്? ഓപ്ഷൻ ഡി ഉത്തരം എയും ബിയും. അതായത് ടൈപ്പ് റൈറ്റിംഗ് കൈയക്ഷരത്തിൻ്റെ പരിധിയിൽ വരുന്നു. ടെലഗ്രാഫ് എന്നതിന് കീഴിൽ ടെലഫോൺ വരും. ഇന്ത്യൻ തെളിവ് ആക്ടുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? എ. ഇന്ത്യൻ തെളിവ് നിയമം ഒരു നടപടിക്രമമല്ല. ബി. ഇന്ത്യൻ പാർലമെന്റാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രതികളുടെ അവകാശങ്ങൾ വ്യക്തമാക്കുന്നു. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മുകളിൽ പറഞ്ഞവയെല്ലാം തെറ്റാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്ന പോലീസ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? റോഡുകൾ, റെയിൽവേ, പാലങ്ങൾ, സുപ്രധാന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ പൊതുസ്വത്തുക്കളും സംരക്ഷിക്കൽ. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാനത്തെ പോലീസിൻ്റെ പ്രവർത്തനത്തിന് പൊതുവായ നയമാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കേരള പോലീസ് ആക്ട് 2011 സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ വിഭാവനം ചെയ്യുന്നു. നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 1985.
നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്ര? 20. IT ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? 17/10/2000, അതായത് 2000 ഒക്ടോബർ 17. IT ആക്ടിൽ സൈബർ ടെറ്റിസം എന്നതിനെ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? 66F. പോസ്കോ നിയമപ്രകാരം കുട്ടി എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെ? 18 വയസ്സിൽ താഴെ. പോസ്കോ നിയമം അവസാനമായി ഭേദഗതി വരുത്തിയ വർഷം ഏത്? 2019. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവരിൽ നൽകുന്നത് ആർക്ക്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസ് 10 രൂപ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്